അയ്യോ, ഇത്ര പെട്ടെന്ന് മോളെത്തിയോ? ഹായ് സാൻഡ്ര മോൾ. മോളൊന്ന് ഹോൺ അടിച്ചാ പോരായിരുന്നോ? ഞാൻ വന്ന് ഗേറ്റ് ഓർക്കത്തില്ലായിരുന്നോ? ഹോൺ അടിച്ച് എന്റെ കൈ കഴിച്ചു. എന്തെടുക്കായിരുന്നു ആന്റി അവിടെ? എത്ര നേരം ഞാൻ വന്നിട്ടെന്നറിയോ? അയ്യോ മോളെ, ഹോൺ അടിച്ച് ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടോ. ഈ നാട്ടിലുള്ളവർ മുഴുവനും കേട്ടു. കേട്ടോ? സോറി മോളെ, ഞാനേ കിച്ചണിൽ ഭയങ്കര ബിസി ആയിരുന്നു. ഐ എം വെരി ബിസി. മതി മതി മതി, ഓവർ ആക്ട് ചെയ്ത് ചളമാക്കണ്ട. ആന്റി വന്നു. സോളമൻ അങ്കിൾ എവിടെ? വിളിക്കൂ. മേനോനിൽ ചെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വാങ്ങണമായിരുന്നു. ഒന്ന് റൂമിലേക്ക് വരാൻ പറയൂ. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. അയ്യോ, അങ്ങേര് ഇവിടെ ഇല്ലല്ലോ മോളെ. എവിടെ പോയി? ഏതോ സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഉച്ചക്കേ ഇവിടെ നിന്ന് ഇറങ്ങി പോയതാ. എവിടെ പോയെന്ന് ആർക്കറിയാം? സോളമനെ ചലഞ്ച് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. നിലം തൊടിക്കില്ല ഞാൻ. നോക്ക് നോക്ക് നോക്ക്. അങ്കിളിന്റെ പോയേ. എനിക്ക് 15 പോയിന്റ് ഉണ്ട്. നോക്ക്, എനിക്ക് 20 പോയിന്റ് ഉണ്ടപ്പോ. സ്റ്റാർ വാഴ്സിൽ ഈ സോളമനെ ജയിക്കാൻ ഒരു പൊന്നുമോനും വളർന്നിട്ടില്ല. വീഡിയോ ഗെയിം എന്ന് പറഞ്ഞാൽ തലച്ചോറുകൊണ്ടുള്ള കളിയാണ് മോനെ. പഴഞ്ചോറും ബോൺവെറ്റയും കുഴച്ചടിക്കുന്ന നിന്നോടത് പറഞ്ഞിട്ട് കാര്യമില്ല. മസില് കയ്യിലും കാലിലും മാത്രം പോരാ, ബ്രെയിനിലും വേണം മോനെ. ഓ അണ്ട പോയി. മിസ്സസ് വിക്ടോറിയ, മനുഷ്യ സീരിയസ് ആയിട്ടൊരു ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോഴാ വിക്ടോറിയ കോളിംഗ്. നിന്റെ റോക്കറ്റ് ഈ സോളമൻ പൊളിച്ചടുക്കുമടാ. 3 വിക്ടറിയാ പോയത്. ഓ, കറണ്ടും പോയി. കറണ്ടിന് നാളെ വരൂ. ഓ മൈ ഗോഡ്, ഈസ് ഇറ്റ്? ഹായ്. വാട്ട് ലോറൻസ്, ട്രാൻസ്ഫോമർ കത്തിപ്പോയോ? ഇതുവരെ കത്തിയില്ല. ഇനി ഞങ്ങൾ ഇവിടെ നിന്നാ വിക്ടോറിയ കത്തിക്കും. Again Victoria calling my wife. അവൾക്ക് എന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം. See you tomorrow. കഴിഞ്ഞ ഒരാഴ്ചത്തെ ബില്ല് 550 രൂപ. Oh, 550 rupees. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ ബ്രദർ. ഞാൻ സ്ഥിരം കസ്റ്റമർ അല്ലേ. കഴിഞ്ഞ 4 വർഷത്തിന് മുമ്പ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ കണ്ട പീക്കറി പിള്ളേരുമായി ഇവിടെ വന്നിരുന്ന് കളിക്കുന്ന ഒരേ ഒരു ഓൾഡ് മാൻ. അതിലേക്ക് 50% ഡിസ്കൗണ്ട് അതുപോലും കൃത്യമായി തരില്ലെന്ന് വെച്ചാ. നാളെ തരാം ബ്രദർ. Again Victoria calling. ഇനിയും ലേറ്റ് ആയാൽ അവൾ എന്റെ ഫ്യൂസ് വരും. We'll meet tomorrow. കാശ് തരാതെ ഇന്ന് പോകാൻ പറ്റില്ല. കടം പരിപാടി ലോറൻസ് നിർത്തി. എടാ കുട്ടാ, പ്ലീസ്. നീ ക്ഷീണിച്ചു പോയല്ലോ. സോപ്പ് ഒന്നും വേണ്ട അങ്കിളെ. ഗിവ് മീ ദ ക്യാഷ്. നിർബന്ധമാണ്. ഇന്നതിൽ നിക്കത്തില്ലല്ലോ അങ്കിളെ. ഡയർടെൽ വിത്ത് ഫ്രീ വിക്ടറി കോളിംഗ്. മോനെ പിടിച്ചോളൂ. നാളെ അങ്കിൾ കാശ് തരുമ്പോ തിരിച്ചു തന്നാ മതി. ഓക്കെ, സീ യു. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ. ഒരു സംസ്കാരം ഇല്ലാത്ത സ്ത്രീ എന്തൊരു തെറിയാ. ഹായ് ആട്ടോ. വിക്ടി, ഒരു 30 rupees തരൂ പ്ലീസ്. ഞാൻ ആട്ടോക്കാരനെ പറഞ്ഞു വിടട്ടെ. രാവിലെ ഞാൻ തന്ന പൈസ എവിടെ? അത് വീഡിയോ ഗെയിം പാർലറിൽ. Shut up man. വിളിക്കുന്ന കണ്ടില്ലേ? നാണമില്ലേ മനുഷ്യ ഈ പീക്കറി പിള്ളേരുടെ പോയി വീഡിയോ ഗെയിം കളിക്കാൻ? വിക്ടി അങ്ങനെ പറയരുത്. ഐ ആം ഡൂയിങ് മൈ ബ്രെയിൻ എക്സർസൈസ്. അയ്യോ, ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും ഇത്രയും നാൾ വളരാത്ത നിങ്ങളുടെ ബുദ്ധി ഇനി വളരാനേ പോകുന്നില്ല. ഇവിടെ 100 കൂട്ടം പണി കിടക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു ബ്രെയിൻ എക്സർസൈസ്. ഇയാളെന്താ ഹോൺ അടിച്ച് പഠിക്കണം? ഈസി ലേണിംഗ് ദ ഹോൺ. അടിച്ച് കൈ കഴിക്കുന്നതിന് മുമ്പ് 30 rupees തൊട്ട് പറഞ്ഞു വിടേണ്ട വിക്ടി. നിങ്ങളുടെ ഗ്രാൻഡ് ഇവിടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു എടുത്ത് തോന്നിയ പോലെ ചെലവാക്കാൻ. ദേ, ഇവിടുത്തെ കേർട്ടേക്കേഴ്സാ നിങ്ങളും ഞാനും, അല്ലാതെ ഉടമസ്ഥരല്ല. മൈൻഡ് ഇറ്റ്. ഡാർലിംഗ്, എന്തിനാ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം എപ്പോഴും പറയുന്നത്? സാൻഡ്ര മോൾക്ക് നമ്മളല്ലേ ഉള്ളൂ, നമ്മൾക്ക് അവളും. പിന്നെ നമ്മൾ ഇതിന് പേടിക്കണം. ഇല്ലെങ്കിലേ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴേ അറിയും. അതിലൂടെ മണ്ണല്ലല്ലോ, മാർബിൾ അല്ലേ. എന്താ പറഞ്ഞേ? ഡിന്നറിന് എന്താ ഉള്ളത്? ഒലക്ക ഒഴുകിയത്. 30 rupees തരൂ. ആട്ടോക്കാരൻ ഇങ്ങോട്ട് കയറി വന്ന് സാൻഡ്ര മോള് കണ്ടാൽ ആകെ ചളാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. കോളേജിൽ നിന്ന് വന്നപ്പോഴേ സാൻഡ്ര മോൾ അന്വേഷിച്ചത് നിങ്ങളെയാ. ജീസസ്, എന്തിനാ? എനിക്കങ്ങനെ അറിയാൻ ചെന്ന് ചോദിക്കും. കമ്മിയർ, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. വേണ്ട, മോള് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് കഥ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് ചെന്നാ അറിയാലോ, ഓടിക്കും. ജീസസ്, പിന്നെയും തുടങ്ങിയോ? കുഴപ്പമൊന്നുമില്ല. തൽക്കാലം ഒന്നുമില്ല. കഥ എഴുതാ മോൾ ആ മാജിക് ബോക്സിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴേ ബാക്കിയുള്ളവരുടെ നെഞ്ചി തീയ. ജീസസ്, ഒരു കണ്ണിങ്ങോട്ടും വേണേ. ഇവനിത് എന്ത് ഭാവിച്ചോണ്ടാ? ഇതൊരു ശല്യമായല്ലോ. വിക്ടി പ്ലീസ്, ഞാൻ നിന്റെ കാല് വരാം, അല്ല പിടിക്കാം. ഒരു 30 rupees there. അല്ലെങ്കിൽ എന്റെ മാനം. Okay, this is last and final warning. Okay, don't repeat it. No. Na pidi. Oh, thank you my darling. Vellarkum kondu kodu. Hi, chicken fry. Oh my darling, I'm coming. Hey, na varunno. Stupid. Just 6 floors up and 130 meters away, that man held the rifle
മോളെ മരുന്ന് ആ അതെ കഴിക്കാൻ മറക്കരുതേ. ഓക്കെ ഓ സോറി. മോക്ക് മാനെ കണ്ടേ? അവിടെ How are you, Charlie's Angels? Good morning. Good morning, uncle. Oh, അഞ്ചുസേ ഇങ്ങനെ ചങ്കി കുത്തൻ അങ്കിളെന്ന് വിളിക്കില്ലേ? Call me Solman, ഹൃദയമേൻ. എനിക്ക് അതിനു വേണ്ടിയുള്ള പ്രായമല്ലേ ഉള്ളൂ. ഏറിയാൽ നിങ്ങളെക്കാൾ ഒരു 10 വയസ്സ് കൂടും, അത്രേ ഉള്ളൂ. അത് 30 വർഷം മുമ്പല്ലേ അങ്കിളെ? Oh, കുക്കൂസേ, don't be silly. എനിക്കും അതാ പറയാനുള്ളത്. Don't be silly, Solman. Go, go, go. വിക്ടോറിയ ആന്റി വരുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ നോക്ക്. നല്ല അടപ്രഥമൻ കരിഞ്ഞ മണം. അടപ്രഥമൻ നാണമില്ലല്ലോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ മണം പിടിച്ച് നിൽക്കാൻ. Vicky, don't underestimate me. I am a gentleman. എന്നിട്ട് ഈ ജെന്റിൽമാനെ ഞാനിതുവരെ കണ്ടില്ലല്ലോ. അതെന്റെ കുറ്റമാണോ? അയ്യടാ ഒരു മാൻ ഇറങ്ങിയിരിക്കുന്നു. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. കണ്ടേച്ചാല് മതി. പിന്നെ നാരങ്ങ പിഴിയുന്ന മിഷീനി വെച്ച് പ്രസ് ചെയ്ത പോലെ ഒരു മോന്തയും. ഇത് കണ്ടോ? ഇത് കണ്ടോന്ന്? എന്റെ പാമിസ്ട്രിയില് 4 കുഞ്ഞുങ്ങളെ തള്ളയാമാനുള്ള യോഗം ഉണ്ടായിരുന്നു. ആയ കാലത്ത് എല്ലാ കണിയാന്മാരും പറഞ്ഞതാ മാലാഹ കുഞ്ഞുങ്ങളെ പോലെ 4 കുഞ്ഞുങ്ങൾ എനിക്കുണ്ടാവുമെന്ന്. ഇപ്പതാ ആ 4 വരെയും മാഞ്ഞു തുടങ്ങി. Don't cry, Vicky. ഞാൻ ട്രൈ ചെയ്യാം 4 വര വരയ്ക്കാൻ. അതിന് മാത്രമേ നിങ്ങളെ കൊള്ളാവൂ വര വരയ്ക്കാൻ. എങ്ങനെ കുട്ടിയുണ്ടാകും? പട്ടിയെ മാറ്റിയാലല്ലേ കുട്ടിയുണ്ടാകൂ. സാൻഡി ഇവിടുത്തെ എവിടെ പോയി? ഹേയ് സാൻഡ്, ഐ ആം ഹിയർ ലൗസ്. ഷവർ ബാത്തിലാ. ഷിറ്റ്, ഇവളിപ്പോഴും ബാത്റൂമിലാ. നിനക്കെന്താ വെള്ളം കണ്ട ഭ്രാന്താ? ബർത്ത്ഡേ ആയിട്ട് ശരിക്കൊന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചതാ. എല്ലാ പ്രോഗ്രാമും ലേറ്റ് ആക്കും ഈ ജലപ്പിശാശ്. ഓ ടെൻഷൻ ആവാതെ എന്റെ കുക്കൂസേ. പൊടി. മൈ ഗോഡ്, മാറ് മാറ് മാറ്. ആ എന്താ? വീട്ടിലെ നെറ്റ് എക്സ്പയർഡ് ആയിട്ട് മെയിൽ ചെക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഐ ആം എക്സ്പെക്ടിങ് എ മെയിൽ. Just 6 floors up and 130 meters away, that man held the rifle steady and screened down the telescopic sight. He could see the features quite clearly. The brow shaded by the peak of the cape, the peering eyes, the prolized nose. അരേ വാ, സൂപ്പർ. ഈ സാൻഡിക്ക് വട്ടാ ശരിക്കും. സൂയിസൈഡ്, മർഡർ, ടിഷ്യും വെടിവെപ്പ്, വേറെ എന്താ അവളുടെ തലയിലുള്ളത്? രാപ്പകലില്ലാതെ ഇങ്ങനെ എഴുതി എഴുതി കൂട്ടും. എന്നിട്ടോ എല്ലാം കൂടി ടേബിളിന് താഴെ ഒളിച്ചു വെക്കും. ഇതൊക്കെ ആർക്കെങ്കിലും പബ്ലിഷ് ചെയ്യാൻ കൊടുത്തൂടെ എന്റെ അഗത ക്രിസ്റ്റി? കൊടുത്തല്ലോ. മിസ് സാൻഡ്ര പുന്നൂസിന്റെ മുഴുവൻ ക്രൈം സ്റ്റോറീസും പെൻഗ്വിൻ ബുക്സിന് തൂക്കി വിറ്റില്ലേ? ആ വകയിൽ കിട്ടിയ അഡ്വാൻസ് ആണ് നിന്റെ അപ്പൻ അഡ്വക്കേറ്റ് പരമേശ്വരൻ കർത്താവിന്റെ നാമത്തിൽ നിന്റെ പേഴ്സിൽ ഇട്ട് തന്ന ദേ ഈ 2000 മണീസ്. ഈ ചില്ലിക്കാശ് പൊളിച്ചെടുക്കാൻ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത് എന്റെ കുക്കൂസേ? എങ്ങോട്ട് വേണേലും പോകാം എന്റെ സാൻഡ്ര ക്രിസ്റ്റി. ഒന്ന് പെട്ടെന്ന് ഇറങ്ങി തന്നാ മതി. ഞാൻ എപ്പോഴേ റെഡി. ഓ പിന്നെ ഏ ലൗസ്, മതി മതി. എനിക്ക് എന്തോ എന്റെ ഏട്ടൻ വരുന്നു. ഫാന്റാസ്റ്റിക്. ഹേ ലൗസ്, the famous neurosurgeon Dr. Ramdas Menon from USA ഇന്ത്യയിലേക്ക് ലാൻഡ് ആവുന്നു. അതിന്റെ ചെലവും കൂടി ചേർത്ത് നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കും.
താങ്ക് ഗോഡ്. ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ. Oh, നത്തിങ് ടു Jesus. വറി. ടേക്ക് കെയർ. സാൻഡ് വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടില്ല. സോളമനങ്കിളിനെ അറിയിക്കട്ടെ? ഏയ് ആവശ്യമില്ല. ലാവണ്യ എവിടെ? ആക്സിഡന്റ് നടക്കുമ്പോ അവക്ക് ഒരു 7-8 വയസ്സേ കാണൂ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. അച്ഛനും അമ്മയും സ്പോട്ടിൽ തന്നെ പോയി. തലയിലായിരുന്നു ഇഞ്ചുറി. ഏതാണ്ട് 3-4 മാസം ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷമാ അവള് റിക്കവർ ചെയ്തത്. അതിന്റെ ആഫ്റ്റർ ഷോക്കാ ഇതൊക്കെ. ചില സമയത്ത് ഭ്രാന്ത് പിടിച്ച പോലെ അവക്ക്. നമുക്ക് ഭയം തോന്നും, അടുക്കാനാവില്ല. അത്രയ്ക്ക് ഹിസ്റ്റീരിക്കലാവും. ന്യൂറോസിസ് ആണെന്നാ പറയുന്നത്. സൈക്കാട്രിസ്റ്റ് ലൂയി ഫിലിപ്പിന്റെ ട്രീറ്റ്മെന്റിലാ. ഡെയിലി ഡോസസും ഉണ്ട്. താങ്ക്സ് ലാവണ്യ. എന്തായാലും സാൻഡ്രയ്ക്ക് ഒരു തറോ ചെക്കപ്പ് വേണ്ടി വരും. വി വിൽ ഡു ഇറ്റ്. ഒരു ചെറിയ ആക്സിഡന്റ്. അങ്ങനെയാണല്ലോ സാൻഡ്ര ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. ഇനീഷ്യൽ ചെക്കപ്പിന്റെ സമയത്ത് തന്നെ എപ്പിസോഡിക്കായ ബിഹേവിയർ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻ്റാണ് സാന്ദ്ര എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കുട്ടിയുടെ ഫ്രണ്ട് ലാവണ്യമായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ സംശയം ബലപ്പെട്ടു. അതുകൊണ്ടാണ് കുട്ടിക്കൊരു EEG ടെസ്റ്റ് എടുക്കാൻ ഞങ്ങൾ തയ്യാറായത്. EEG ടെസ്റ്റിൽ ഒരു പ്രത്യേകതരം എപ്പിലെപ്സി സാന്ദ്രയെ ബാധിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ കാരണം കണ്ടെത്താനാണ് ആക്ച്വലി MRI സ്കാൻ എടുത്തത്. ബ്രെയിനിൻ്റെ ഡീപ്പർ പാർട്സിൽ ഒരുതരം ട്യൂമറിൻ്റെ തുടക്കം. പെർഹാപ്സ് എ ഗ്ലയോമ. ജീവിതത്തെ സധൈര്യം നേരിടുന്ന ഒരാളാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് തുറന്നു പറഞ്ഞത്. മനസ്സാന്നിധ്യത്തോടെ കാര്യങ്ങൾ സാന്ദ്ര മനസ്സിലാക്കണം. കുട്ടിക്കാലത്ത് പപ്പയും അമ്മയും മരിച്ച ആക്സിഡൻറ്റിൽ സാന്ദ്രയുടെ തലയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ടാവണം. അന്നത് പ്രോപ്പറായി കെയർ ചെയ്യാതിരുന്നുകൊണ്ടാണ് ഇപ്പോഴീ ഒരു മേജർ സർജറി. അതേ ഇനിയൊരു സൊല്യൂഷനായി പറയാനുള്ളൂ. പക്ഷേ ഒരു ഗ്യാരണ്ടി അതിനെനിക്ക് കഴിയുന്നില്ല സാൻഡ്ര. സർജറി ഒരു പക്ഷേ സക്സസ് ആയേക്കാം. ബട്ട് ദർ ഈസ് ഓൾവേസ് എൻ എലിമെന്റ് ഓഫ് റിസ്ക്. സർജറിയുടെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് മേ ബി ലോസ് ഓഫ് സൈറ്റ് ഓർ ഈവൻ ടോട്ടലി പാരലൈസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ. ഐ മീൻ ലൈക്ക് എ കോമ. എന്ന് കരുതി ഓപ്പറേഷൻ വേണ്ടെന്ന് വയ്ക്കാനും കഴിയില്ല. ഇനിയുള്ള കാലം മെഡിസിൻ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും പെയിൻ. അതാലോചിക്കുമ്പോൾ എത്ര നാൾ ഇനി ഞാൻ എത്ര നാൾ ജീവനോടുണ്ടാവും? അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. പ്ലീസ് ഡോക്ടർ, ടെൽ മീ ഫ്രാങ്ക്ലി. 1 വർഷം, അറ്റ്ലീസ്റ്റ് 6 മാസം. സാന്ദ്ര, എല്ലാ ശാസ്ത്രങ്ങൾക്കും മേലെയാണ് സർവേശ്വരന്റെ കണക്ക് പുസ്തകം. അത് വായിക്കാൻ മനുഷ്യനാവില്ലല്ലോ. പ്രാർത്ഥിക്കുക, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശ്വരന്മാർക്ക് തീരെ താല്പര്യമില്ലാത്ത കേസാ ഈ സാൻഡ്ര പുന്നൂസിന്റേത്. അതല്ലേ ഡോക്ടർ ഈ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയത്? സാൻഡ്ര, ഐ ആം ഓൾ റൈറ്റ് ഡോക്ടർ. ഡോക്ടർ, എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഡോക്ടർ, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഈ ലോകത്ത് മറ്റാരും അറിയരുത്. ആൾക്കാരുടെ സഹതാപം നിറഞ്ഞ നോട്ടം, വർത്തമാനങ്ങൾ എനിക്ക് വയ്യ ഡോക്ടർ. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. അതുകൊണ്ട് ഡോക്ടർ പ്ലീസ്. ഓക്കെ. താങ്ക് യു സോ മച്ച് ഡോക്ടർ.